അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ പാർട്ട് 2 ആയിരുന്നു. അതായത് ഊട്ടിയിലേക്ക് പോകുന്ന യാത്രയുടെ ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നതാണ് അവസാനത്തെ വീഡിയോ. അപ്പോൾ പാർട്ട് 3 എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അവിടെയുള്ള ഇറങ്ങിയ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. നിറയെ ടൂറിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. കാരണം റിട്ടേൺ പോകുന്ന വണ്ടിക്കായിട്ടുള്ള ആ ഒരു സമയവും കാര്യങ്ങളൊക്കെ ആണ് ഇനി. അപ്പോൾ അതിനുവേണ്ടി അതായത് ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ നമ്മൾ വന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഊട്ടിയുടെ പല പ്രദേശങ്ങളിലായിട്ട് പോകാനായിട്ടിരിക്കുന്ന ടൂറിസ്റ്റുകളും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ റെയിൽവേ പരിസരം എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ കിലുക്കത്തിൽ രേവതി വന്നിറങ്ങുന്ന ആ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യസ്തമായി. കാരണം വർഷങ്ങൾ ഒരുപാട് കടന്നു പോയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ കിലുക്കം സിനിമയൊക്കെ ഇറങ്ങിയ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഏതാണ്ട് 1991 നമ്മുടെ ആ കിലുക്കം മൂവി ഇറങ്ങുന്നത്. ഏതാണ്ട് ഒരു 34 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പം അന്ന് എനിക്ക് 3 വയസ്സായിരിക്കും പറയാം. അന്ന് അങ്കൻവാടിയിലൊക്കെ പോകുന്ന ടൈമായിരിക്കും. കാരണം LKG ആ ഒരു ടൈമിങ്ങിലൊന്നും ആയിട്ടില്ല. അപ്പോൾ അത്രത്തോളം വർഷങ്ങൾ കഴിഞ്ഞ് അപ്പോൾ ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും നമ്മുടെ ഈ ആ ഒരു ഊട്ടി റെയിൽവേ സ്റ്റേഷനിലും അതിൻ്റെ ട്രെയിനിലും എല്ലാം ഒരുപാട് സ്ഥലങ്ങൾക്കെല്ലാം ഒരുപാട് വ്യത്യാസം വന്നു. ഇതിന് ഇടയ്ക്കെന്ന് പറയുന്നത് മുന്നേ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയർ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അന്ന് നമ്മുടെ ആ ഒരു കൂടിയ മൊബൈലോ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ആ കണ്ടീഷനുള്ള ആ കാലത്തൊന്നുമല്ല ഞാൻ പോയിരുന്നത്. അന്ന് നമ്മുടെ റിലയൻസിൻ്റെ ഫോണൊക്കെ ഇറങ്ങിയ ആ ഒരു ടൈമിലൊക്കെയാണ്, റിലയൻസ് ഹച്ച് ആ ഒരു ടൈം കാലത്തൊക്കെയാണ് പോയിരിക്കുന്നത് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഴമത്ത് വരും. അന്ന് കരിക്കരി ഉപയോഗിച്ചൊക്കെ ആയിരുന്നു തോന്നുന്നു ആ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ നിന്ന് കറങ്ങിയിരുന്നില്ല, കാരണം നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് അടുത്ത ഫുഡ് അടിച്ചിട്ടുള്ള പരിപാടിയുള്ളൂ. ബാക്കി എന്തും ഒരു പ്ലാനിങ്ങും ഇല്ല. അപ്പോൾ പിന്നെ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ആ ഒരു ക്യാൻറ്റീനിൽ തന്നെ ഞാനൊരു മിക്സഡ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് തമിഴ്നാട് സ്റ്റൈലില്ല. ഞാൻ അത് കാരണം മേടിച്ച് കഴിച്ചു. സലാഡും അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിച്ചു. ഒരു മലയാളി നടത്തുന്ന ഹോട്ടലാണെന്നാണ് അവരുടെ സംസാരം കേട്ടിട്ട് തോന്നിയത്. കാരണം അത് റെയിൽവേ സ്റ്റേഷനിനകത്തുള്ള ഒരു ക്യാൻറ്റീനാണ്. പിന്നെ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറം ഭാഗമാണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ ഒരു രാജ്യത്ത് പോകുന്നൊരു തരത്തിലുള്ള രീതിയിൽ ആ ഫീലിംഗ് ആവും. കാരണം അത്രത്തോളം മനോഹരമായിരുന്നു ആ ഒരു പ്രദേശമൊക്കെ കാണാൻ. അപ്പോൾ ഇതൊക്കെ ഗൈഡാണ്. കാരണം നമ്മൾ പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയൊക്കെ പോകാനായിട്ട് വല്ല പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെട്ടില്ല എന്നുള്ള തോന്നലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് നിങ്ങൾക്ക് അത് ഒരു പാക്കേജ് ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും അതിൻ്റെ ഡീറ്റെയിൽസും അവർക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്ക് ഒരു 1 ഡേ ട്രിപ്പ് പോകാനായിട്ട് ഒരു വെഹിക്കിൾ സൗകര്യം വേണമെങ്കിൽ അത് ചെയ്ത് തരും. സൈറ്റ് സീനുള്ളതും പിന്നെ നല്ല നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള റൂംസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻക്വയറി എടുത്താം. പിന്നെ ഇപ്പം നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഒരുപാട് സൈറ്റുകളിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ എന്തായാലും ഞാൻ ഒരു യൂട്യൂബിലൊരു സുഹൃത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാനൊരു റൂം ഇവിടെ അടുത്തായിട്ട് നോക്കി. അപ്പോൾ ഞാൻ അത് തേടിയാണ് പോകുന്നത്. ഞാൻ ആഹാരം കഴിച്ചിറങ്ങി നേരെ ആ റൂമിലായിട്ടാണ്. കാരണം നല്ല ഇച്ചിരി ടയേർഡാണ്. കാരണം ഞാൻ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങിയാണ് ഞാൻ നേരെ മേട്ടുപ്പാളയത്ത് എത്തിയത്. അതായത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കൊല്ലം പരവൂരിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ അവിടുന്ന് പരവൂരിൽ നിന്ന് കൊല്ലത്തുനിന്ന് പിന്നെ ഞാൻ ട്രെയിൻ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു ബംഗാളികൾ പോണ ട്രെയിനാണെന്ന് പറഞ്ഞിട്ട് എനിക്കതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ബംഗാളികളായതുകൊണ്ട് പോകാതിരുന്ന കാര്യം ഉയർന്നുമല്ല, എന്തായാലും ഫുൾ അലിമ്പായിരിക്കും. അതുകൊണ്ട് ആ ഒരു അറ്റൻഡ് ചെയ്യാൻ എനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ തൃശ്ശൂർ വണ്ടി കയറി തൃശ്ശൂരിൽ നിന്ന് നേരെ പാലക്കാട് നിന്ന് അവിടുന്ന് പിന്നെ നേരെ കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തിന് ടോയ് ട്രെയിനിൽ ഇറങ്ങി ഇപ്പോൾ ഞാൻ ഊട്ടിലെത്തിയത്. അപ്പം നമ്മുടെ റൂമിൻ്റെ ഒരു സെറ്റപ്പ് അതിൽ കാണിക്കാൻ വേണ്ടി ആ ഒരു പയ്യൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂട്യൂബിൽ കണ്ട ആ ഒരു റൂം. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലും അതിൻ്റെ റൂംസിൻ്റെ സൗകര്യമൊക്കെ കാണിച്ചു തരാം. അപ്പോൾ റൂം എനിക്ക് ഓക്കെ ആയിരുന്നു. ഏതാണ്ട് 1000 ചോദിച്ച് ഒരു 850 അത് ചെന്ന് നെഗോഷ്യബിൾ ആക്കി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസുകളിൽ അവർ ഈ ഇടുന്ന ചാനലുകാർ ആ റേറ്റ് പറഞ്ഞിടും. സത്യത്തിൽ അത് ആ സമയത്ത് കിട്ടണമെന്നില്ല. കാരണം ഈ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഇത് റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഈ സീസൺ ടൈമും അതേ കണക്ക് തന്നെ വീക്കെൻഡിലൊക്കെ ഈ റേറ്റ് വ്യത്യാസം വരും. ഞാൻ പോകുന്ന യാത്രകളൊന്നും ഒരിക്കലും വീക്കെൻഡിലോ സീസൺ ടൈമുകളിലോ ഒന്നും പോകാറില്ല. ഓഫ് സീസണിൽ അല്ലെങ്കിൽ വീക്കെൻഡ് അല്ലാത്ത ഒരു തിങ്കൾ ചൊവ്വ ബുധൻ ഇതിലുള്ള ടൈമിംഗ് ഒക്കെ ആയിരിക്കും ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്ത സമയം പോകുമ്പോൾ എനിക്ക് അതിനനുസരിച്ച് യാത്ര ചെയ്യാനും അതേപോലെ കംഫർട്ടായിട്ട് ഉള്ള ഒരു ഫീലിംഗ് തോന്നുന്നു. പിന്നെ അതുപോലെ എൻ്റെ വർക്കും ഞാൻ ടൂറിസത്തിൻ്റെ പരിപാടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വീക്കെൻഡിലെ പരിപാടി മിക്കതും ഞാനത്
ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ റൂമൊക്കെ ബുക്ക് ചെയ്ത് അതിൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തേക്കൊന്ന് ഇറങ്ങി ചെറുതായിട്ടൊന്ന് കറങ്ങാനായിട്ട്. കാരണം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, 2-3-4 മണിക്കൂറൊന്ന് ഉറങ്ങിയതിന് ശേഷമാണ് ഈവനിങ് ടൈമിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഉറക്കക്ഷീണമൊക്കെ മാറ്റി ഒന്ന് ഫ്രഷായിട്ട് ഇറങ്ങാൻ നോക്കിയപ്പോഴേ ഞാൻ പുറത്ത്. അപ്പോൾ അടുത്തുള്ളൊരു ഫെസ്റ്റിവൽ ഏതോ ക്ഷേത്രത്തിൻ്റെ എന്തോ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ 2 തരം രീതിയിലുള്ള ഫെസ്റ്റിവലുകൾ ഇവിടെ നടക്കുന്നുണ്ട്. കാരണം എനിക്കിത് കൃത്യമായിട്ട് ഏതാണെന്ന് അറിയാൻ വയ്യായിരുന്നു. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞത് മാരിയമ്മൻ കോവിലിൻ്റെ ഒരു ഫെസ്റ്റിവലും കാര്യങ്ങളും, പിന്നെ ബഡ്ഗാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ടവരുണ്ട്. അത് കന്നഡ, അതായത് മൈസൂർ മേഖലയിൽ നിന്ന് ഇവിടെ കുടിയേറി പാർത്തവരാണ്. അപ്പോൾ 2ൻ്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് കൂടെ ഞാനും പോയി എൻ്റെ ക്യാമറയും എൻ്റെ ഐറ്റങ്ങളൊക്കെ എടുത്ത് അവരെ കൂടെ കൂടി. നല്ല സഹകരണമായിരുന്നു. കൂടെ നിന്നവരായാലും അവിടുത്തെ മുതിർന്നവരും പിള്ളേരും എല്ലാം ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒന്നിച്ച് അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു പ്രോഗ്രാം ചെയ്തു തന്നത്. കാരണം വേറെ ഒന്നും അവിടെ ഒരു വിഷയം ഉണ്ടാകുന്ന രീതിയിൽ ഞാനും അതിൻ്റെ ഇടയ്ക്ക് പോയി അവരുടെ കൂടെ മിങ്കിൾ ചെയ്ത്. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായിട്ട് തന്നെയായിരുന്നു വീഡിയോ എല്ലാം എടുത്തത്. പക്ഷേ ഇതൊക്കെ സംബന്ധിച്ചൊക്കെ നമ്മുടെ നാട്ടിലാണെന്തൊക്കെ ഈ ഒരു 10 റൗണ്ട് ഇടി നടക്കേണ്ട സമയം കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, അവർ വളരെയധികം സന്തോഷത്തോടെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആണ് കാര്യങ്ങൾ ചെയ്തു പോയിരിക്കുന്നത്. അപ്പോൾ ഊട്ടിയിലെ മാരിയമ്മ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഊട്ടിയിൽ മാർക്കറ്റിന് സമീപമാണ് മാരിയമ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ പ്രാദേശിക ദേവതയാണ് മാരിയമ്മ. ഹിന്ദു ആചാര പ്രകാരമാണ് ഇവിടുത്തെ രീതികളും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ കൂടുതലായിട്ട് ഇതിൻ്റെ ഇതിഹാസം ആയിട്ട് പറയുന്നൊരു കഥയും കാര്യങ്ങളൊക്കെ പറയുന്നത്, ഈ ക്ഷേത്രത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിവരിക്കപ്പെടുന്നുണ്ട്. അതനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചയും കോയമ്പത്തൂരിൽ നിന്നുള്ള വ്യാപാരികൾ പ്രാദേശിക ഗോത്രങ്ങളുമായി വ്യാപാരം നടത്താൻ ഈ പ്രദേശത്തേക്ക് വന്നിരുന്നു. ഈ ദിവസങ്ങളിലൊന്നിൽ വടക്ക് നിന്ന് യാത്ര ചെയ്ത 2 സഹോദരിമാർ മാർക്കറ്റിലെത്തി. അവർക്ക് ദിവ്യമായ രൂപവും പെരുമാറ്റവും ഉണ്ടായിരുന്നു. താമസിക്കാൻ ഒരു സ്ഥലം ആവശ്യപ്പെട്ടപ്പോൾ അടുത്തുള്ള ഒരു മരത്തിനടിയിൽ താമസിക്കാൻ അവരോട് പറഞ്ഞു. സഹോദരിമാർ ദേവതകളാണെന്നുള്ള അവർക്ക് അറിയില്ലായിരുന്നു. മരത്തിനടുത്ത് ഒരു മിന്നലോടെ പ്രകാശമോ പ്രത്യക്ഷപ്പെട്ട് സഹോദരിമാർ അപ്രത്യക്ഷരായി. അപ്പോൾ ആളുകൾ സഹോദരിമാർ ദിവ്യരൂപങ്ങളാണെന്ന് മനസ്സിലാക്കി കാളിയമ്മനും മാരിയമ്മനും ഒരുമിച്ചൊരു ക്ഷേത്രം പണിതു. ഇന്ന് ഊട്ടിയിൽ കാണുന്ന ആ ഒരു ക്ഷേത്രമാണ് മാരിയമ്മൻ ക്ഷേത്രം. 2 ദേവതകളും ഒരുമിച്ച് കാണപ്പെടുന്ന ഒരേ സ്ഥലമാണ് ഇവിടം. ഇന്നും ആളുകൾ ചൊവ്വാഴ്ചകളിൽ മാർക്കറ്റിൽ ഒത്തുകൂടി മാർക്കറ്റിൽ നിന്ന് മടങ്ങുമ്പോൾ മാരിയമ്മനെ ആരാധിക്കാറുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഊട്ടി മാരിയമ്മൻ ക്ഷേത്ര ഉത്സവം ഏപ്രിൽ മാസത്തിലാണ് ആഘോഷിക്കുന്നത്. മാരിയമ്മൻ എന്നത് ദേവത കാളി ദേവിയുടെ ഒരു രൂപമായി പരക്കെ കണക്കാക്കപ്പെടുന്നു. മാരിയമ്മനെ ശീതള ഗൗരി അല്ലെങ്കിൽ മഹാമായി എന്നും വിളിക്കുന്നു. ദേവിയെ ആദരിക്കുന്ന ഒരു ഉത്സവം വർഷം തോറും ക്ഷേത്രത്തിൽ നടക്കുന്നു. ഇത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ സന്ദർശിക്കുന്നു. ദേവിയോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനായി ഭക്തർ കത്തുന്ന കൽക്കരിയുടെ മുകളിലൂടെ നഗ്നപാദത്തിൽ നടക്കുന്നതാണ് ഉത്സവത്തിലെ ഒരു പ്രധാന പരിപാടി. ഭക്തർ പൊടിച്ച അരിയിൽ നിന്ന് എണ്ണ വിളക്കുകൾ ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മാരിയമ്മൻ കോവിലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ബഡഗർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ബഡഗർ എന്ന് പറയുന്നത് ഒരു ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ്. തമിഴ്നാട് നീലഗിരി ജില്ലയിൽ വസിക്കുന്ന കുടിയേറ്റക്കാരായ ജനവിഭാഗമാണ് ബഡഗർ. വടക്കുള്ളവർ എന്ന അർത്ഥമുള്ള ബഡഗ എന്ന പദത്തിൽ നിന്നാണ് ബഡഗർ തമിഴ്നാടിൻ്റെ നീലഗിരി ജില്ലയിൽ വസിക്കുന്ന കുടിയേറ്റക്കാരായ ജനവിഭാഗമാണ് ഈ പറയുന്ന ബഡഗർ എന്നുള്ള പറയുന്നത്. വടക്കുള്ളവർ എന്നർത്ഥമുള്ള ബഡഗ എന്ന പദത്തിൽ നിന്നാണ് ബഡഗർ എന്ന പേരുണ്ടായത്. കന്നഡത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ കുടിയേറിയവരാണ് ഇവർ. മൈസൂരിലെ രാഷ്ട്രീയ പീഡനങ്ങളിലും വരൾച്ചയിലും ഭയന്നായിരുന്നു ഈ കുടിയേറ്റം. ഇതിൽ തന്നെ 6 വിഭാഗങ്ങളുണ്ട്. ഉടയ, ഹരുവ, അധികാരി, കനക, ലിംഗായത്ത്, തോറയ എന്നിവരാണ് ഇതിൽ തോറയന്മാരാണ് ഏറ്റവും താഴ്ന്ന ജാതി. ഉടയർ മേൽജാതികയും ബ്രാഹ്മണരുമാണ്. ഇവർ മറ്റുള്ളവരുടെ പുരോഹിത വൃത്തി നോക്കുന്നവരാണ്. ഹരുവരരും പൂണൂൽ ധരിക്കുന്നുവെങ്കിലും 2ാം തട്ടിലുള്ള പുരോഹിതരാണ്. വിദേശീയർ എത്തുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന പ്രധാന ജനവിഭാഗങ്ങളായ ആദിവാസികളാണ് ഇവർ. ബഡഗ, തോട, കോട്ട, കുറുമ്പർ എന്നിവരാണ്. എന്നാൽ ഇന്ന് വളരെയധികം പേർ ക്രിസ്തുമതവും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു വിശ്വാസ രീതിയിൽ അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്,
നമ്മുടെ ഈ മധുര മീനാക്ഷി അമ്മൻ കോവിൽ ആ ഒരു പ്രതിഷ്ഠയിൽ നിന്നുള്ള ആ ഒരു ഇത് സ്വീകരിച്ച് കൊണ്ടുപോയി അന്നത്തെ പൂർവികരായവർ സൗന്ദര്യശ്വരി അമ്മൻ എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിച്ചു. അത് കർണാടകയിലാണ്. പിന്നെ കർണാടക വംശകരിൽ നിന്നുണ്ടായതാണ് ഈ ദുർഗാമ്മൻ. ആ ദുർഗാമ്മനിൽ നിന്നും വന്നതാണ് ഹൈദമ്മൻ എന്ന ആ ഒരു അവരുടെ ഒരു വിശ്വാസം. അപ്പം അവരാണ് ഈ ഊട്ടിയിലെ ബഡുഗാസ് എന്ന് അറിയപ്പെടുന്ന അവർ. അന്ന് മൈസൂർ അധികാരിയായിരുന്നവർ ഒരുപാട് ഇവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുകയും അവരെ മാനഭംഗപ്പെടുത്തുകയും ചെയ്യുന്നതിൽപ്പെട്ടാണ് അവരവിടെ നിന്ന് നാട് വിട്ട് ഈ നീലഗിരി മലയുടെ മേഖലയിലോട്ട് വന്ന് താമസിക്കുന്നത്, അതായത് കുടിയേറി പാർത്തത്. അപ്പം ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ബഡുഗർ. ഈ ഗോത്രവർഗം എന്ന് പറയുന്നത് പഴയ ആദിമമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഉള്ളവരാണ്. നീലഗിരി ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി ഗോത്രങ്ങളാണ് ബഡഗകൾ. നീലഗിരി യഥാർത്ഥത്തിൽ ഒരു ഗോത്രവർഗ ഭൂമിയായിരുന്നു. ജില്ലയിലുടനീളം ഹട്ടീസ് എന്നറിയപ്പെടുന്ന ഏകദേശം 303 ഗ്രാമങ്ങളിലാണ് ബഡഗക്കാർ താമസിക്കുന്നത്. ബഡഗ ജനത ബഡുഗു എന്ന ഭാഷയാണ് സംസാരിക്കുന്നത്. ഭാഷയിൽ ലിപിയില്ല. കൂകൽ, കടനാട്, ഇടലാറ്, നൂണ്ടല, മേലൂർ, പുലിക്കൽ, അത്തിക്കരട്ടി, മേൽക്കുന്ത, കീഴ്ക്കുന്ത, കെട്ടി, തന്തനാട്, മിലിനേനു, നന്താട്ടി, ജക്കനാരി, അരവേണു, തിണ്ണിയൂർ, ഈയൂർ, കണ്ണേരിമുക്ക്, ബേരകണി, പേതുവ, ജക്ക തുടങ്ങിയവയാണ് ചില ഗ്രാമങ്ങൾ. നീലഗിരിയിലെ ഗൗഡകളെന്നും ഇവരെ വിളിക്കപ്പെടുന്നു. ബഡുഗർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ സായിപ്പല മൂവി ആക്ടർ നമ്മുടെ പ്രേമമൂലം മലറില്ലേ, അതാണ് പറയപ്പെടുന്നത്. അപ്പോൾ തങ്ങിയിരുന്ന റൂം ഞാൻ വെക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ റൂമിൽ നിന്ന് പോവുകയാണ്. വേറൊരു നമ്മുടെ കമ്പനിക്കാരുണ്ട്, അപ്പം അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ റൂമിന് റൂമൊക്കെ നല്ല അത്യാവശ്യം നല്ല സെറ്റ് റൂമായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. ടിവിയും ഹോട്ട് വാട്ടറും ബാത്റൂമും എല്ലാം നല്ല വൃത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ റൂമിനൊരു പേര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മിക്കി എന്നാണ് ആ ഡോറിൻ്റെ 507 നമ്പറിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് ഞാൻ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ വേറൊരു റൂം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതിപ്പോൾ ടൗണിലാണ്, ഊട്ടി ടൗണിൽ തന്നെയാണ്. ഒരു ജസ്റ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്ററോളം, അത്രത്തോളം ഇല്ല. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ടൂർ പാക്കേജ്, അതായത് നമുക്കൊരോ സൈറ്റ് സീൻസ് ഉള്ള ആ ഒരു വൗച്ചറും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇത് ഹോട്ടൽ റൂമുകാർ തരും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മുടെ ഇഷ്ടം പോലെയും പോവാം. പക്ഷേ ഇതൊരു ഗുഡ് ഐഡിയ ആണ്. ഇനിയിപ്പോൾ ഒരു ഹിൽ ടോപ്പ് ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനൊരു ഓട്ടോ പിടിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ വന്ന് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 1 ലിറ്ററിൻ്റെ നമ്മളൊരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള, അതൊക്കെ ഈ മിനറൽ വാട്ടർ കണക്കത്തെ കുപ്പി കൈ വയ്ക്കുന്ന അവിടെ ലീഗലാണ്. അല്ലെങ്കിൽ ഇതേപോലെ വലിയൊരു സാമാനം ചുമന്നു നമ്മൾ നടക്കേണ്ടി വരും. ഇപ്പോൾ ചെറിയ ഏതെങ്കിലും ബോട്ടിൽ കൈ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആ വലിയ ബോട്ടിൽ തൂക്കി നടക്കണ്ട. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചെറുതായിട്ട് ഒരു 1/2 ലിറ്ററിൻ്റെയോ 1 ലിറ്ററിൻ്റെയോ ചെറിയ ഒരു 10-100 രൂപ കുപ്പി എടുത്ത് വയ്ക്കുന്നത് വളരെ ഉപകാരം തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പണിയുണ്ടെന്ന് എനിക്ക് മുന്നേ അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ റൂം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വലിയ ബോട്ടിലോട്ട് പോകണമാണ്. ഞാനൊരു ചെറിയ കുപ്പി കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലെത്തി ആട്ടോ സ്റ്റാൻഡിലെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒക്കെ പറഞ്ഞ ഒരു 150 രൂപ പറഞ്ഞ്. അവിടെ നിന്ന് ഒരു 2-2.5 കിലോമീറ്ററേ ഉള്ളൂ. എങ്കിലും ഒരു നല്ലൊരു ഹില്ലായിട്ടുള്ള ഒരു ഏരിയയിലായിട്ടാണ് കയറി പോണത്. അത് ഞാൻ ഓക്കെ പറഞ്ഞു കൊടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നമ്മുടെ സുഹൃത്തെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പറഞ്ഞു 150 രൂപ അവിടെ വരുന്നതിനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആട്ടോ കയറി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വലത്ത് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയ. ടൗണിൻ്റെ ഭാഗത്ത് അത്ര തണുപ്പ് ഇല്ലെങ്കിലും മുകളിലോട്ട് കയറുന്ന ആ ഒരു ടോപ്പ് ഏരിയയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ക്ലൈമറ്റ് ബെറ്റർ ആവുന്നുണ്ട്. അത്ര തണുപ്പില്ല എന്ന് പറയാക്കത്തില്ല, എന്നാലും നമുക്കൊരു AC വൈബൊക്കെ കിട്ടും ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ ഏരിയ നിന്നപ്പോൾ. കാരണം ഞാൻ മാർച്ച് ഏപ്രിൽ നമ്മളെ നാട്ടിൽ നല്ല കട്ട ചൂടുള്ള സമയത്താണ് ഞാൻ അവിടെ പോയിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ഫീലിംഗ് തന്നെ ആയിരുന്നു ഊട്ടി നിന്ന ആ സമയം. പിന്നെ രണ്ടാമത് ഞാൻ വന്ന് രാവിലെയാണ് റൂം എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഡീലക്സ് ആയിട്ടുള്ളൊരു പ്രീമിയം റൂമാണ്. അപ്പം ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. അപ്പം പണ്ടത്തെ ഈ വേട്ടയാടി ആ കാട്ടുപോത്തിൻ്റെ ഒരു സംഭവം, ആ പഴമത്തൊക്കെ അതേ കണക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് മെയിൻറ്റെയിൻസ് ചെയ്ത് പുതുക്കിയിട്ടുണ്ടെങ്കിലും ആ പഴയ രീതിയിൽ തന്നെ എല്ലാം നിലനിർത്തിയിട്ടുണ്ട് ഇവിടം. അപ്പം ഞാനും പറഞ്ഞ എൻ്റെ കമ്പനിക്കാരൻ പുള്ളിക്കാരനാണ്. എനിക്കിവിടെ നമുക്കൊരു ടൂറിസം പ്ലേസ് ആയിട്ടുള്ളൊരു മാംഗ്രോ ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു ബോട്ടിംഗ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. പുള്ളിക്കാരൻ മധുരക്കാരനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഊട്ടിയിൽ നിന്ന് പഠിക്കുവാണ്. അപ്പോൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പാർട്ട് ടൈമായിട്ട് ഇവിടെ ജോലിക്ക് നിൽക്കുവാണ്. അപ്പം ഞാൻ ചെന്നപ്പോൾ അവിടെ വേറെ ആരുമില്ല. അപ്പോൾ ഈ ഒരു റൂമിന് അവർ 3500 രൂപയാണ് പെർ റൂമിൻ്റെ ചാർജ് മേടിക്കുന്നത്. അത് ഓഫ് ആയിട്ടുള്ള സീസൺ ടൈമിലാണ് ഞാൻ ചെന്നത്. അപ്പോൾ ആ ഒരു ലെവൽ ചാർജ് അപ്പോൾ ഉണ്ടെങ്കിൽ
സീസൺ ടൈമിലൊക്കെ നമുക്ക് ഉദ്ദേശിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഡോമട്രി സൗകര്യങ്ങളും ഉണ്ട്. ഇതാണ്. അപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു 7-8 പേർക്ക് കിടക്കാം. അപ്പോൾ ഇത് ഒരു 10,000-4,000 രൂപയ്ക്ക് അതും കിട്ടും. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകണമെങ്കിൽ അങ്ങനെ തങ്ങാം. പിന്നെ നമുക്കിവിടെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ളതും പിന്നെ അല്ലാതെ നമുക്ക് കുറച്ച് ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കമ്പൗണ്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് ഗേറ്റും ക്ലോസ് കഴിഞ്ഞാൽ ഫുള്ള് പ്രൈവസി ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷെ ഒറ്റയ്ക്ക് ചെന്നതിൻ്റെ ആ ഒരു ഫീലിംഗ് ഉണ്ട്. ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര നിഗൂഢത കണക്ക് പോലെ തോന്നി ഫീലിംഗ്. സത്യം പറഞ്ഞാൽ നല്ല കട്ട പേടിയുണ്ടായിരുന്നു കേട്ടോ. സംഭവം വേറൊന്നുമല്ല, ഒന്നാമത്തെ കാര്യം ഒരു ഇരുട്ടാവും തോറും ഭയങ്കരമായിട്ട് സൈലൻസ്. നമ്മൾ നടക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ നല്ലതായിട്ട് നമുക്ക് കാതിൽ നമ്മൾ ഈ തിയേറ്ററിലൊക്കെ ഇരിക്കുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ചെയ്യല്ലോ ഓരോ സൗണ്ടൊക്കെ, അതേപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഞാൻ പുള്ളിക്കാരനൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത് ഞാൻ എൻ്റെ റൂമിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് അവിടുത്തെ ഓരോ റൂമും ഞാൻ കാണിച്ചിരുന്നു. എല്ലാ റൂമും പലതരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മുറിയും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ. അപ്പോൾ തണുപ്പ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ റൂമിനകത്ത് തന്നെ നമുക്ക് ഈ ചൂട് കിട്ടാനായിട്ട് പഴയകാല എന്താ പറയുന്ന ഫയറൊക്കെ ഇട്ട് ആ ചൂട് കായുന്ന ഒരു സംഭവമൊക്കെ ഈ ഇതിനകത്തും എല്ലായിടത്തും ഉണ്ട് ഓരോ റൂമിലും. പിന്നെ പ്രോപ്പർട്ടിയുടെ കാമ്പൗണ്ട് ഏരിയയാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് കയറി ചെല്ലുന്ന ഒരു ഭാഗമാണിത്. പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് അത്യാവശ്യം. ഇതിവിടെ ഒരു ട്രാവലറൊക്കെ വന്നാൽ കയറ്റിയിടാം. ഏതാണ്ട് 25ഓളം പേർക്ക് തങ്ങാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട് ഇവിടെ. നമ്മുടെ റൂമിൻ്റെ ഒരു ആംബിയൻസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ആ തീയൊക്കെ ഇട്ടിരിക്കൂലേ, ആ ഒരു സംഭവമാണിത്. പക്ഷേ അവിടെ തീയിടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. കാരണം അവിടെ ഈ ചൂട് കിട്ടുന്നതിനുള്ള ഹീറ്റിങ്, അതായത് ചൂട് കാറ്റ് വരുന്നതായിട്ടുള്ളൊരു ഹീറ്ററും സൗകര്യമൊക്കെ എനിക്കവിടെ തന്നിരുന്നു. അപ്പം ഇതാണ് ബെഡ്. ഇതാണ് 3,500 ഈടാക്കുന്നത്. അപ്പോൾ റൂമിൻ്റെ ഡിസൈനിങ്ങും ബാത്റൂം ഡിസൈനിങ്ങും പലതും പല രീതിക്കാണ്. ഓപ്പൺ ബാത്തിങ് ഉള്ളതുണ്ട്, പിന്നെ ആക്ഷൻ ബെഡുകളുണ്ട്. ഞാനെടുത്ത റൂം 3,500. പിന്നെ അതിനൊക്കെ മേലെയുള്ള റൂമുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം നല്ല സൂപ്പർ ആംബിയൻസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഏറ്റവും ബെറ്റർ പറഞ്ഞാൽ നല്ല ഹൊറർ വൈബാണ്. അത് അറിയിക്കാൻ പറ്റാത്തത്ര ഫീലിംഗ് ചെയ്യാം. അപ്പോൾ ഈ ഒരു നൈറ്റും കൂട്ടാണ് ഞാൻ ഉള്ളത് ഇവിടെ. അപ്പം രാവിലെ ഞാൻ പോയ കാഴ്ചകളെന്ന് പറഞ്ഞാൽ കിണ്ണക്കോര എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് പോയത്. കിണ്ണക്കോര ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കടന്ന് കിട്ടാൻ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കണക്ക് തന്നെ അവരെ നാട്ടുകാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മാത്രമേ അതിനകത്ത് പ്രവേശനമുള്ളൂ. പക്ഷേ എനിക്ക് ചെന്നപ്പോൾ അതിനകത്ത് കയറാൻ അവർ സമ്മതമൊക്കെ തന്നു. ഞാൻ ഗ്രാമത്തിനുള്ളിൽ കയറി. ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കയറി ഫസ്റ്റ് വീഡിയോ എടുക്കുന്ന ഒരു വ്ളോഗർ എന്ന ഒരു നിലയ്ക്ക് അത് ഞാൻ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവിടെ പറഞ്ഞത് അങ്ങനെയാണ്, അവർ ഒരുത്തരെയും അതിനകത്ത് അനുവദിക്കത്തില്ലെന്ന്. കളക്ടർമാരുടെ ഓർഡർ ഉണ്ട് അവിടെ, അതിനകത്ത് പ്രവേശിക്കാനേ പാടില്ലെന്ന്. അപ്പോൾ എന്തായാലും കിണ്ണക്കോര ഗ്രാമത്തിനുള്ളിൽ പോകുന്നതും ആ പോകുന്ന റൂട്ടിൻ്റെ കാഴ്ചയൊക്കെ ഭയങ്കര മനോഹരമാണ്. അപ്പോൾ തീർച്ചയായും ആ വീഡിയോ ഒന്ന് മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.